ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കണമേ എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു കൂട്ടായ്മ കർത്താവ് തരും. ആ കൂട്ടായ്മ എന്ന് പറയണമുണ്ടല്ല, ആ കൂട്ടായ്മ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒന്നാണ്. അത് ഏറ്റവും വലിയ ഈശോയുടെ വാഗ്ദാനമാണ്. അപ്പോൾ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഈ ഈശോയെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശക്തി തരണമേ എന്ന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ എനിക്ക് കൂട്ടായ്മ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്റെ ഇടവകയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്റെ സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, എല്ലാ സമയത്തും കർത്താവ് ഈ കൂട്ടായ്മ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. പ്രതിസന്ധികൾക്ക് നടുവിൽ സത്യം പറഞ്ഞ ഈ കൂട്ടായ്മകളാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റണതും. അതുകൊണ്ട് പ്രതിസന്ധികൾക്ക് നടുവിൽ ഒരു സൊല്യൂഷനാണ് നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ട സൊല്യൂഷൻ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലായാലും ഏത് സ്ഥലത്തായാലും പ്രതിസന്ധികൾക്ക് നടുവിൽ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവൻ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നാല് ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് വചനത്തിൽ പറയുന്നത്. കൂട്ടായ്മ പ്രതിസന്ധികൾക്കുള്ള സൊല്യൂഷൻ ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.